ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനുമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അമ്മയും അച്ഛനും ഇതേ കൂട്ട് വരുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്മയ്ക്കാണ് അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ഇത് നമ്മൾ നേരത്തെ പറയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ നിങ്ങളെല്ലാം നോക്കി വെച്ചോണ്ടിരുന്നെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അമ്മ എഴുതണം, അച്ഛൻ അതിലേക്ക് നോക്കാൻ പാടില്ല. ആദ്യം അച്ഛൻ ആൻസർ പറയണം, അതിന് ശേഷം അമ്മ അത് കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. ഫേവറേറ്റ് ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ എവിടെ പോയാലും അതാണ് കഴിക്കുന്നത്. കഴിഞ്ഞ ബിരിയാണി. ബിരിയാണി. അമ്മ ബിരിയാണി. കറക്റ്റ്. അമ്മയ്ക്ക് അടുത്ത ക്വസ്റ്റ്യനെ ഇങ്ങനെ നോക്കാൻ പാടില്ല. എനിക്ക് ഹോസ്റ്റലിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം. ഹോസ്റ്റലിൽ വരുന്ന മുന്നേ അങ്ങനെയല്ലായിരുന്നു, പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഈ ഒരു ചേഞ്ച് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ആൾക്കാർ എങ്ങനെയാണ്, ആൾക്കാർ ഏതൊക്കെ രീതിയിൽ പെരുമാറും, പിന്നെ കുറച്ച് എന്തോന്നു കുറച്ച് ആൾക്കാരുമായിട്ട് കുറെ മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറെ ഫീച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് ആൻസർ. അതായത് വേറെ വീട്ടിലൊക്കെ നിൽക്കുന്ന രീതിയും പോയിട്ട് വന്നതിന് ശേഷം അങ്ങനത്തെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ശേഷം വീട്ടില് ഫുൾ ടൈം ഉറക്കം, അങ്ങനെയല്ല. വളരെ ഹാപ്പിയാണ്. പുതിയ ജോലി ഹാപ്പിയാണ്. കുറച്ച് എൻജോയ് മൈൻഡാണ്. അതാണ് എൻ്റെ അമ്മയുടെ തുണി കഴിയും. തുണി കഴിയും ഞാൻ അവിടെ. അച്ഛനതില് ബാക്കി കാര്യം പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അങ്ങനത്തെ ചേഞ്ചാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അമ്മയ്ക്കാണ് പോയിന്റ് തരേണ്ടത്. ഉദ്ദേശിച്ച ആൻസർ ഞാൻ എഴുതിയത്. എനിക്ക് പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എങ്കിലും ഒരാളാണ് എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ എനിക്ക് അമ്മയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് കുറെ ഫ്രണ്ട്സുകളെ പേരുകൾ പറയാം, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓരോരുത്തരുടെ പേര് എന്റെ മൈൻഡിൽ വരത്തില്ല. റീസെന്റ് ഒക്കെ ഒരു സംസാരിച്ചായിരുന്നു നമ്മള്. ഇപ്പൊ ഒരു എനിക്ക് കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി, പക്ഷെ അതിൽ എഡിറ്ററുമായിട്ട് സംസാരിക്കും. പിന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ മടിക്കുന്ന ഒരാള്, അവരൊക്കെ ലിസ്റ്റിലുണ്ട്. പക്ഷെ കുറച്ച് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഈ ഒരാളുടെ അടുത്താണ് കുറച്ചുകൂടെ, എല്ലായിടത്തും അറ്റാച്ച്മെന്റ് ഉണ്ട്, എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഈ ഒരാളുടെ അടുത്താണ്. ഞാൻ അങ്ങനെ എല്ലാരെയും ഞാൻ ഒരു ഏകദേശം പറഞ്ഞോ, ഞാൻ പേര് പറയാം. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ അങ്ങനെ പ്രത്യേകിച്ച രീതിയിൽ കണ്ടിട്ടില്ല. എല്ലാവരും ഒരുപോലെ കാണുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരാളെ പറയാൻ പറ്റില്ല. അതുപോലെ ഞാൻ ഇവരുമായിട്ട് ഒരു രീതിയിലും മിംഗ്ലിംഗ് ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് കണ്ടിട്ട് ജസ്റ്റ് പല ടൈമിൽ ജസ്റ്റ് കാണുന്നു, അവർ പോകുന്നു. ഒരാളെ മാത്രമേ എഴുതാവോ? രണ്ടുപേരും ഞാൻ എല്ലാവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളാണ് കറക്റ്റ് ആൻസർ. മെയിൻലി ഒരാളെ ഞാൻ ഇങ്ങനെ ഒന്ന് അടിവരായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ അതാണ് എനിക്ക് എന്നുവെച്ചാൽ അവരെ പേരുകൾ എന്തായാലും മനസ്സിൽ വരുന്നില്ല. അമ്മ രേഷു, അർച്ചന. അർച്ചന, രേഷുവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അർച്ചനയും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അർച്ചനയാണ് ഞാൻ അടിവരായിട്ട് എഴുതിയത്. രേഷു ഒക്കെ ലിസ്റ്റിലുണ്ട്, ലിസ്റ്റിലുള്ള എല്ലാവരുടെ പേരും. അർച്ചന എന്റെ HR ആണ് കേട്ടോ. എനിക്ക് വർക്ക് ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. റീസെന്റ് കൂടെ നല്ല വിശ്വാസമുള്ള വിഷയം. പിന്നെ
അർഷിക്ക്. ഞാൻ ഇപ്പം ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ചപ്പോഴേ എന്റെ മനസ്സിൽ എല്ലാ ഫസ്റ്റില് ബോയ്സ് ആണ് വന്നത്. ബോയ്സ് കുറെ പേരോട്ട് ഞാൻ അപ്പോഴും ഈ ലാസ്റ്റ് വരെയും ബോയ്സിന്റെ ഗേൾസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അർച്ചന ഓർമ്മ വന്നേ. അവരാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഓടി വരുന്നതൊക്കെ ബോയ്സ് ആണ്. ഇവിടെ വരുന്നതും കാണുന്നത്. എനിക്കിപ്പോ റീസെന്റ് വയ്യെന്നൊക്കെ പറഞ്ഞപ്പോഴും ഒടിയൻ അപ്പൊ തന്നെ അവിടെ വന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഒടിയൻ വന്നിട്ടുണ്ടായിരുന്നു. ഒടി, അർഷിക്, അനന്തു, ഗായത്രി, സോണി, സുബിൻ, അരുൺ, വിഷ്ണു, സുന്ദരൻ. ഇത്ര പേരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ സുന്ദരനാണോ മടിയനല്ല, അവന് ഉള്ള പണി ചെയ്തിട്ട് അവനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തോണ്ട് എല്ലാവരും എല്ലായിടത്തും. അത് അനന്താണ് ഡൗട്ട് ചോദിക്കുന്നത്. അത് എപ്പോഴും സംശയമാണ്. സുന്ദരനെ അവനെ കാണാൻ ഭംഗിയില്ല എന്നുള്ളതാണ്. അവന് യഥാർത്ഥ ഭംഗിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മള് സുന്ദരാന്ന് വിളിക്കും. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് അമ്മയ്ക്കാണ് പോയിന്റ്. അച്ഛന് ആരാ മാർക്ക് തരാം. അമ്മയ്ക്കാണ് പോയിന്റ്. അടുത്തത് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ഡ്രസ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീൻസും ടോപ്പും ഇട്ടുണ്ടോ? ജീൻസും ടോപ്പും. ടോപ്പ് എന്ന് പറയുമ്പോ എല്ലാ രീതിയിലുള്ള ടോപ്പുകളും ജീൻസും ടോപ്പും തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ വലിയ ടോപ്പ് ഇടത്തില്ലല്ലേ. അമ്മ ജീൻസും ടീഷർട്ടും. എനിക്ക് മാധുവിന്റെ ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടുപേരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങള് രണ്ടുപേർക്കും അല്ല എന്നെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള എന്റെ ഒരു വീക്ക് പോയിന്റ്, ഇത് ഇങ്ങനൊരു എന്റെ ഏറ്റവും വലിയൊരു വീക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ്? വീക്ക് എന്ന് വെച്ചാൽ എന്റെ ഒരു ഇത് പ്രശ്നം നെഗറ്റീവ് സൈഡ് എന്നല്ല. ചില ആൾക്കാര് ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ സംഭവിക്കാം എന്നൊരു സാധനം ഉണ്ടല്ലോ. ചില പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ആയത് കൊണ്ടിട്ടായിരിക്കാം വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം. അതായത് നെഗറ്റീവ് കമന്റുകൾ, അതായത് ഒന്നും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫീലാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില സിറ്റുവേഷൻ ഒക്കെ ചില ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അത് ഞാൻ എടുക്കുന്ന രീതി, അതുകൊണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അച്ഛനെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. തീരുമാനം എടുക്കുന്നതിൽ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഓപ്പോസിറ്റുകൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് വരാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ വേറെ ആവുന്നത് കൊണ്ട് ചെറിയ ഒരു ഇത് വരുന്നു. പക്ഷെ അവര് പിന്നെ മനസ്സിലാക്കുമ്പോൾ അത് തെറ്റായി പോകുന്ന അവർക്കും തോന്നാം. പിന്നെ ഞാൻ കേറി വരും എന്നാലും ഒരു ഒരു ഇതുണ്ട്, ഒരു സാധനം. അതിന്റെ എക്സാക്ട് അച്ഛൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ഇനി അമ്മ പറഞ്ഞത്. അല്ല അങ്ങനെയല്ല, പെട്ടെന്ന് തീരുമാനം എടുക്കുന്നില്ല. ഞാൻ എല്ലാരെയും വിശ്വസിക്കും. എല്ലാരെയും വിശ്വസിച്ചുള്ള വള്ളി എല്ലാം ഞാൻ മേടിച്ചെന്ന് വെക്കും. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വള്ളി എയറോപ്ലെയിൻ പിടിച്ച് വള്ളി മേടിക്കുന്ന ആളായിട്ടാണ് പറയണത്. അത് ട്രസ്റ്റ് ഇഷ്യൂ. ഇപ്പൊ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അത് ആൾക്കാരെ മനസ്സിലാക്കി വരാൻ ഇച്ചിരി ഒരു ടൈം എടുക്കും. ഞാൻ പെട്ടെന്ന് ഒരാളോന്ന് പറയുമ്പോ അതെല്ലാം വിശ്വസിക്കും. പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. ഇതിന് ശേഷം രണ്ടുപേർക്കും മാർക്ക് ഇല്ല. നിങ്ങൾ ട്രസ്റ്റ് എന്നുള്ള സാധനം പറഞ്ഞു. ഞാനത് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ മാർക്കില്ല, രണ്ടുപേർക്കും മാർക്കില്ല. അമ്മ ഒന്ന് എന്റെ അമ്മ ഇങ്ങനെയൊന്നും കേട്ടോ, എന്റെ അച്ഛനെ കാട്ടി സംസാരിക്കുന്ന ഒരാളാണ്. മിണ്ടാതെ ഇരിക്കുന്നു. എഴുതുന്നത് കൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നല്ലാതെ അത് ഒന്നും പറയുന്നില്ല. ഇനി എന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നേരത്തെ സാധാരണ ഒരു കുട്ടികളെ ചെയ്യുന്നതിനേക്കാൾ നേരത്തെ ഒരു ജോലി മേടിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതാരും പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുന്നത് എന്റെ അടുത്ത് അല്ലേ? ഒരു ഒറ്റ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധനം. കാര്യം എല്ലായിടത്തും ഫ്രണ്ട്സിൽ എന്തോ
അല്ല ഓൾറെഡി ആ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആവറേജ് സ്റ്റുഡന്റ് പഠിപ്പിച്ചതല്ല അങ്ങനെയല്ല ഒരു ആവറേജ് സ്റ്റുഡന്റ് പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്നതാണ്. തലേന്ന് മാത്രം പഠിക്കുന്നത് തലേന്ന് മാത്രമേ പഠിക്കൂ. അല്ല ഞാൻ ചോദിക്കും പഠിക്കാൻ അത് നേരത്തെ പഠിച്ചാലും തലേന്ന് എന്തായാലും പഠിക്കണില്ലേ? തലേന്ന് പഠിച്ചത് അതുകൊണ്ട് തലേന്ന് പഠിച്ചിട്ട് എഴുതുന്ന ആളാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മ എല്ലാ പേരന്റ്സ് മീറ്റിങ്ങിനും പോയി തെറി കേൾക്കും. ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ളത് സാറേന്ന് പറയാം അവളെ ചാണാൻ വരെ വല്ല വിടാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചു പറയും. അത് ഒരു പോസിറ്റീവാണ്. പെട്ടെന്ന് എല്ലാവരെക്കാളും മുമ്പേ ജോലി സമ്പാദിച്ചു. അത് എല്ലാവരും അത് ഞാൻ ആ ജോലി കിട്ടും എന്ന് പറഞ്ഞ കോഴ്സിന് ചേർന്ന സമയത്തും എല്ലാവരും എന്നെ കളിയാക്കി. അന്നത്തെ എനിക്ക് മന്തി വെട്ടി വെച്ചിട്ട് അവസാനം മന്തി മേടിച്ചു തരേണ്ടി വന്നു ജോലി കിട്ടിയപ്പോഴത്തേക്ക്. ആരും വിശ്വസിച്ചില്ല. പിന്നെ 3 മാസം കൊണ്ട് ജോലി കിട്ടുമോ? ഞാനത് പഠിച്ച് ജോലി കിട്ടിയതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ എൻ്റെ ചോദിച്ചിട്ട് ആ കോഴ്സും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ? അതല്ലേ അമ്മ അതല്ലേ? അത് തന്നെയാണ് കോൺഫിഡൻസ്. അതെ, ഭയങ്കര എനിക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് കളർ. നിന്റെ ഫേവറേറ്റ് കളറോ? അങ്ങനെ ഒരു കളറുണ്ടോ? അങ്ങനെ ഒരു കളറുണ്ട്. അച്ഛന്റെ കളറ് നീല, അമ്മയുടെ കളറ് പച്ച. കല്ലൂര് വാതൂരും നമുക്ക് ആർക്ക് എന്ത് ഡ്രസ്സ് എടുത്താലും ഇവർ ഈ കളർ എടുക്കും. അപ്പൊ കല്ലൂര് മാത്രമേ ഉള്ളൂ ഈ കളറിലുള്ള ഡ്രസ്സ്. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കളറില്ല. നമ്മള് നിനക്ക് ഇങ്ങനെ കളറ് എനിക്ക് എന്തൊരു സാധനം ഇവർ എടുക്കുക വന്നാലും നമ്മളെടുക്കുന്ന കളറാന്ന് വെച്ചെങ്കിൽ പറയും. നമ്മളെടുക്കുന്ന കളറ് ബ്ലൂ മിക്സ് ആയി വരും. ബ്ലൂ മിക്സ് സ്കൈ ബ്ലൂ. അത് നമ്മള് ഒരു ഡ്രസ് എടുത്തിടുമ്പോ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട് വരുമ്പോ അത് എടുക്കും. പക്ഷെ എടുത്ത് വീട്ടിൽ വരുമ്പോഴാണ് ഇതും ബ്ലൂ ആണ് അങ്ങനെ സംഭവിക്കാറ്. അച്ഛനാണ് ഇഷ്ടപ്പെട്ട ബ്ലൂ. വർഷങ്ങളായി ഇങ്ങനെ എനിക്ക് ഞാനും ബ്ലൂവിലോട്ട് പറയും. എന്റെ കളർ ഫേവറേറ്റ് കളർ ഒരു കളറാണ് എന്റെ ഫേവറേറ്റ് കളർ. അങ്ങനെ ഒരു കളർ പല കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പല കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഈ കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബ്ലാക്ക് ആണോ? അച്ഛന്റെ ബ്ലാക്ക്, അമ്മ ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. എനിക്ക് ഈ മുട്ടായികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായി അത് അറിയാം. മുട്ടായികളിൽ ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായി നമ്മുടെ വീട്ടിൽ അങ്ങനെ മേടിക്കാറില്ല. എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. പണ്ടങ്ങാണ്ടൊക്കെ മേടിക്കും. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വലിയ മുട്ടായിയാണ്. ഓക്കെ അമ്മ നേരത്തെ ചെറിയ മുട്ടായി ആണെങ്കിൽ ഒരു മാങ്ങയുടെ ആലോചിച്ചിട്ട് കിട്ടി. അത് ചെറിയ മുട്ടായി അതാണ് ഏറ്റവും ഇഷ്ടം. ഇല്ല ഇപ്പൊ കഴിയോ? 5 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടല്ലേ എന്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതായത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചടപടെ ചെയ്യുന്നുണ്ടല്ലോ. ജോലിയായാലും പ്രശ്നം വന്ന് ആ ഇടങ്ങാലും അടുത്തേ പോകുന്നു അങ്ങനെ പോകുന്നുണ്ടല്ലോ. ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ? ചില ആൾക്കാരെ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മള് കുറച്ച് പോസിറ്റീവായിട്ട് കുറെ കാര്യം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ കാരണങ്ങളോ ഉണ്ടോന്ന്? ചില റീസൺസ് കൊണ്ടാണോ ആൾക്കാരെ? റീസൺസ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ പറയുന്ന എന്താണ് കണ്ടന്റ് റൈറ്റും അങ്ങനെയല്ല പെട്ടെന്ന് സെറ്റ് ആവണമെന്നുള്ളൊരു അത് ഒരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചടപടെ ചെയ്യുന്നില്ലേ? അതിന്റെ എന്തെങ്കിലും ഒരു റീസൺ, അതിപ്പോ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ പർട്ടിക്കുലർ ഒരു റീസൺ ഉണ്ടായിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. സ്പെസിഫൈ ചെയ്തു പറയുന്നത്. നമ്മള് നേരത്തെ ഒരു പറയുന്ന എന്റെയൊക്കെ ടൈമിൽ നമ്മൾ സെറ്റിലായിരുന്നു. പക്ഷെ പിന്നെ അത് ഡൗൺ ആയി അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അതായത് ഇപ്പൊ എനിക്ക് കുറെ നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ.
അപ്പം സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വർക്ക് ലൈഫിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം ഞാനിങ്ങനെ അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഇതാക്കി എടുത്ത് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോണില്ലേ. അതിനൊരു കാരണം ഉണ്ടല്ലോ, അതിനൊരു റീസൺ ഉണ്ട്. അതെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതിന്റെ ഒരു റീസൺ. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ വീടല്ലേ ഇപ്പം. അപ്പൊ അതിന്റെ ഒരു മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു നല്ലൊരു വീട് വേണം എന്നെന്തായാലും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ വരും. അത് എന്റെ നോക്കുക വന്ന് കാണും ഞാൻ വിശ്വസിക്കുന്നു. ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു വീട് വെക്കണമെന്നായാലും നമുക്ക് ഒരു നോർമൽ ഒരു സാമ്പത്തിക ഭദ്രത അതാണ് മെയിൻ. പക്ഷെ അതൊക്കെ എന്റെ ഒരു ഇതാണ് ഇൻസ്പിറേഷൻ. എന്റെ ഇൻസ്പിറേഷൻ അതല്ല. എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരത് കാണിച്ചു കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന സാധനം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇന്ന ആളാണ് എന്റെ ഇൻസ്പിറേഷൻ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. നമ്മളെ നിന്റെ ചോദ്യത്തിന് നമുക്ക് പറ്റുന്ന മറുപടി ഇതാണ്. ഇപ്പം പിന്നെ നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിനക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ. അതങ്ങനെയാണ് അതിന്റെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യം പറയുന്നത്. അതെ, നെഗറ്റീവ് സാധനങ്ങളാണ് എന്റെ ഇൻസ്പിറേഷൻ. എനിക്ക് എന്ത് നെഗറ്റീവ് സാധനം വന്നു കഴിഞ്ഞാലും അത് ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ സങ്കടം വരുവാണെങ്കിലും അത് പിന്നെ എനിക്കൊരു വാശിയായിട്ടാണ് ഞാൻ ആ സാധനം എടുക്കണം. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. രണ്ടുപേർക്കും മാർക്കില്ല, പക്ഷെ പറഞ്ഞ കാര്യം ശരിയാണ്. ആഗ്രഹം ഇത് തന്നെയാണ്, ഇവർ പറഞ്ഞതാണ് ആഗ്രഹം. അടുത്ത ദിവസം ഈ ജോലിക്ക് കയറിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു ലെസൺ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് തോന്നുന്നു അമ്മ കേസിന്? എഴുതാൻ പറ്റൂല. അമ്മ പറ, അച്ഛാലെ വീട്. ജോലിക്ക് കയറിയത് സ്വന്തം കാര്യം, മറ്റുള്ളവരെ നോക്കരുത്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സ്വന്തമായിട്ട് കോൺഫിഡന്റോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവ് എന്ത് നെഗറ്റീവ് വന്നാലും മറ്റുള്ളവരെ നോക്കി എവിടെ പോയാലും അത് ഒരു 100% കറക്റ്റ് ഉള്ളത്. നമ്മളെ എവിടെ ഏതൊരു കമ്പനിയിലായാലും ഓഫീസായാലും എവിടെ പോയാലും 4 സൈഡിൽ 4 അല്ലെങ്കിൽ ഒരു എത്ര സൈഡുണ്ടോ ആ സൈഡിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ പോയാൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമുക്കൊരു അല്ലെങ്കിൽ അത് മാത്രം ഫോക്കസ്. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഒരു വേർഡ് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ വിശ്വസിക്കരുത്, അല്ലേ? കറക്റ്റ് സാധനം. ഒരൊറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല. എനിക്ക് വർക്ക് ലൈഫിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് 2-3 കമ്പനി ആയിപ്പം. അപ്പൊ അതില് പല അനുഭവങ്ങളും വളരെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ആൾക്കാർ പോലും അവരുടെ മൈൻഡുകൾ ഒരു സൈഡിൽ വേറെയാണ്. പക്ഷെ ഇങ്ങോട്ട് പെരുമാറുന്നത് ഭയങ്കര ഇതായിട്ടായിരിക്കും. പക്ഷെ അവര് അവിടെ നിന്ന് കാണിക്കുന്നത് നല്ലതായിട്ട് കാണിക്കും. പക്ഷെ ആ സ്ഥലത്തുനിന്ന് മാറുമ്പോൾ വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് പക്ഷെ അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഇത് അറിയാവുന്നതിന്റെ മെയിൻ കാരണം A to Z മോള് നമ്മളത് പറയാറുണ്ട്. ഓഫീസിൽ ചെന്ന് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അത് തൊട്ട് ഇറങ്ങുമ്പോൾ വരെ, അല്ലെങ്കിൽ ട്രെയിനിൽ കയറി അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്ത് വീട്ടിൽ എത്തുന്നത് അതുവരെയുള്ള കാര്യം നമ്മൾ അറിയുന്നത് കൊണ്ട് ഇന്ന ആൾ ഇന്നണക്ക് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ആ ആളിൽ ഇന്ന നെഗറ്റീവ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട്. മനസ്സിലായി? അതാണ് എൻ്റെ ഞാൻ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. പലരുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഇന്ന ആള് ഇന്ന നെഗറ്റീവ് ഉണ്ടാവും. അത് കറക്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഒരു സാധനം മനസ്സിലാവണത് തന്നെ. അതെനിക്ക് വല്ലാത്തൊരു അടിയായിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ കല്ലൂരും എനിക്ക് എപ്പോ തീരും. കല്ലുവിന്റെ മാധുവിന്റെയും സ്വഭാവം ഉണ്ടല്ലേ,
അതിൽ ഈ കല്ലുവിന്റെ മാധുവിന്റെയും പോലത്തെ ഏതെങ്കിലും ഒരു സ്വഭാവം എനിക്കുണ്ടോ? ഇവര് തങ്ങളിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ട്? ഇവര് രണ്ടുപേരും മിണ്ടത്തില്ല, ഓപ്പോസിറ്റ്. പിന്നെ കല്ല് മൂന്നുപേരും മൂന്ന് ടൈപ്പാണ്. മാധുവും ദേഷ്യപ്പെടുന്നത് ഒരേപോലെയാണ് പെട്ടെന്നൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ ആ വലിയ അനക്കൊന്നുമില്ല. മാധുവിന്റെ പറയുന്ന ഒരു വേറെ പറയുള്ളൂ, അത് പിന്നെ അവിടെ പോയിരുന്ന് കേൾക്കണം. കല്ല് പിന്നെ എന്താണെങ്കിലും ദേഷ്യപ്പെട്ട് മാത്രമേ പറയാറുള്ളൂ. കുറച്ചുകൂടെ കാര്യങ്ങൾ കല്ല് പറയാറുണ്ട്. ശരിയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും ഒരു സിമിലാരിറ്റി നമ്മളെ കാണാനും അതേപോലെ അല്ലല്ലേ. നമ്മൾ മൂന്നുപേരും മൂന്ന് രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു ബന്ധമില്ല നമ്മൾ തമ്മിൽ. അങ്ങനെ അതിന്റെ ഏറ്റവും വലിയ ഡ്രീം. നിന്റെ ഡ്രീമോ? രണ്ടെണ്ണം ഉണ്ട്. നിങ്ങൾ ഒരെണ്ണം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രീം, ഒരു അതാണ്. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല, നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അമ്മ വീട് പറഞ്ഞു, അച്ഛനാ പറഞ്ഞ കാര്യം തന്നെ. അതന്നെ ഞാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മള് നല്ലൊരു എന്താണ് നമുക്ക് ഒറ്റവാക്കി പറയണം. അതിനെന്തോ പറയുന്നത് ഞാൻ ആലോചിച്ചായിരുന്നു. അല്ല, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത്. എനിക്ക് അങ്ങനെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എവിടെ പോണെങ്കിലും എന്ത് ചെയ്യുന്നെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് വീട്ടിൽ പറയാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന എന്റെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കാര്യം. അത് കൊടുക്കാത്തത് കൊണ്ട് പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷേ അതിന്റെ ആവശ്യമില്ല. എനിക്ക് പണ്ട് മുതൽ ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ചുരിദാറൊക്കെ ഇട്ട് ഫുൾ കൈയൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ജീൻസും ക്രോപ്പൊക്കെ ഇട്ട് നടന്ന ഒരാളാണ്. ജീൻസും വലിയ ടീഷർട്ടൊക്കെ ഇട്ട് നടന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം പണ്ട് പോലെ എനിക്കില്ല. അത് അങ്ങനെ ഫ്രീഡത്തിനൊന്നും എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറയണ വീട്ടിലാണ്. ഇപ്പം ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുവാണെങ്കിൽ ഞാൻ ഒന്ന് സെറ്റായിട്ട് അത് വീട്ടിൽ പറയാറുള്ളൂ. എന്നാലും ഞാൻ വീട്ടിലാണ് പറയുന്നത്. ആ ഒരു ഫ്രീഡം ഒരു കംഫർട്ടബിളും എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ വരാറില്ല. ഫ്രീഡം അല്ല, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം വീട് തന്നെയാണ്. അത് നമ്മൾ കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ഡ്രീം തന്നെയായിരിക്കും ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പൊ ആ വീട് വെക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു മറ്റേ ഒരു ഇഷ്യൂ ഉണ്ടായ ഓർമ്മയുണ്ട്. ഞാൻ മറ്റേ താഴത്തെ വീട്ടില് ലൈബ്രറി പോയി അവളുമാർ രണ്ടുപേരും വന്ന് വിളിച്ച് അന്ന് എനിക്കത് ഭയങ്കര ഒരു വാശിയായിരുന്നു. പക്ഷെ എൻ്റെ സൈഡിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ഞാൻ കുറേ ഇത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് അന്ന് അവിടെ ആ വീട്ടിൽ വെച്ചിട്ട് അവർ പറഞ്ഞൊരു സാധനമുണ്ട്, ഇവർക്കൊന്നും ഇവരുടെ വീട്ടിലുള്ളവർക്കൊന്നും ഒന്നും ചെയ്തു കൊടുക്കാനുള്ള ഒന്നും കിട്ടത്തില്ല. ഒരു ഫോണ് പോയിട്ട് ഒന്നും മേടിക്കാനുള്ള ഒരു ഗതിയില്ലാത്ത വീട്ടില് ഇവരാണ് എപ്പോഴും ഇടിഞ്ഞു മുറിഞ്ഞ് വീഴാൻ പോകുന്നൊരു വീട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചൊരു സമയമുണ്ട്. അപ്പൊ അന്നേ അതെനിക്ക് ഭയങ്കര ഒരു വാശിയായിട്ടുള്ള നമ്മുടെ ആ ഏരിയയിൽ തന്നെ ഒരു വലിയൊരു വീട് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ഡ്രീമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് നമ്മള് എന്താ പറയാ, അത് സക്സസ് ആകുമ്പോൾ നമ്മളത് പറയും. അതിന് കുറെ ഫിനാൻഷ്യലി കുറച്ച് സംഭവങ്ങൾ വേണം, കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് സെറ്റ് ആകുമ്പോൾ അതും പറയുന്നതായിരിക്കും. ഇതാണ് ഗൈസ് എൻ്റെ ഹൂ നോസ് മീ ബെറ്റർ. അമ്മയ്ക്ക് അച്ഛനും ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ, എന്നാലും ചില കാര്യങ്ങൾ മാത്രമേ പറയാതുള്ളൂ. അതിൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8. അമ്മയ്ക്ക് 8 മാർക്ക്, അച്ഛന് 1, 2, 3, 4, 5, 6, 6.5 മാർക്ക്. ഒരു 7 മാർക്ക് അച്ഛനും 8 മാർക്ക് അമ്മയ്ക്ക്. ആ 3-4 കാര്യങ്ങൾ മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. ഇതാണ് ഗൈസ് അപ്പൊ എൻ്റെ ഹൂ നോസ് മീ ബെറ്റർ. അപ്പം ഇനി എന്തെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അച്ഛനും അമ്മയ്ക്കും എന്താണ് അങ്ങനെ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള ചാലഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റും കൂടെ ചെയ്യാം. അപ്പം ബൈ ഗൈസ്.